ശ്രീ സുദർശനൻ അവരുടെ, എൻ്റെ മുന്നിൽ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന രക്ഷാകർത്താക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുപോലെ ഈ വിദ്യാലയം സ്ഥാപിച്ചിട്ട് 39 വർഷങ്ങളായിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 39 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു വിദ്യാലയം തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുപോലും എനിക്ക് ഇപ്പോൾ അത്ഭുതം തോന്നുകയാണ്. കാരണം തിരുവനന്തപുരത്ത് ഒരു വിദ്യാലയം ഉണ്ടാകുന്നതിന് ഭൂമി വാങ്ങണം, കെട്ടിടം കെട്ടണം, ഒരുപാട് പ്രയാസങ്ങൾ അതിൻ്റെ വീട്ടിലുണ്ടാകും എന്നുള്ളതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാതെ അന്നത്തെ ഒരു ചെറിയ പ്രായത്തിൽ ഭവിഷ്യത്തുകളെപ്പറ്റി വലിയ ചിന്ത ഒന്നുമില്ലാതെ ഞാൻ ആരംഭിച്ച ഒരു പരിപാടിയാണിത്. ഈശ്വരാനുഗ്രഹം കൊണ്ടും ശ്രീ വിദ്യാധരാജസ്വാമി തിരുവടികളുടെ അനുഗ്രഹം കൊണ്ടും ഈ വിദ്യാലയം വളർന്നു വന്നതോടൊപ്പം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദ്യാധരാജ വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നതിനും ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും മാത്രമല്ല, 2 ആർട്സ് കോളേജുകളും, ഒരു ഫാർമസി കോളേജും, ഒരു ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജുമൊക്കെ നടത്തുന്നതിനുമൊക്കെയുള്ള ഒരു സന്ദർഭം ഞങ്ങൾക്ക് ലഭിച്ചു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഏതായാലും 39 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു മൂലയിൽ അതുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരു പുഷ്പം എനിക്ക് കൊണ്ടും തന്നു. ഞാൻ അത് നോക്കിയപ്പോൾ അത് ഒരു മൊട്ട് പോലെയാണ് എൻ്റെ ഇരുന്നത്. ഞാനത് പതുക്കെ ക്രമേണ വിടർത്താനൊക്കെ ശ്രമിച്ചു നോക്കി. അപ്പോഴെൻ്റെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത, യഥാർത്ഥത്തിൽ ഒരു വിദ്യാലയം ചെയ്യേണ്ടത് ഇതാണ്. ചെറിയ മൊട്ടുകൾ പോലെ LKGയിലും UKGയിലും 1-ാം ക്ലാസ്സിലുമൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് ചേരും. പതുക്കെ പതുക്കെ അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ച് വിടർന്ന വർണ്ണരാജി വിടരുന്ന അത്യാകർഷകമായ പുഷ്പം ആയി മാറണം എന്നുണ്ടെങ്കിൽ വിദ്യാലയം അതിനുവേണ്ട പല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. യഥാർത്ഥത്തിൽ ഇന്നും ഇന്ത്യയിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അധ്യാപകന്മാരെന്തൊക്കെയോ കുട്ടികളുടെ മനസ്സിലേക്ക് തള്ളിക്കയറ്റി വിടുന്ന ഒരു പരിപാടിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പാശ്ചാത്യ ലോകത്തൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളത്. ഈ സ്കൂളിൽ തന്നെ പഠിച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപ് 10-ാം ക്ലാസ് പാസ്സായ, അന്ന് 10 വരെയുള്ളൂ, 11ഉം 12ഉം കോളേജിലാണ്. എൻ്റെ മൂത്ത പുത്രൻ 18 വർഷക്കാലം അമേരിക്കയിൽ കോളേജുകളിലൊക്കെ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ നിർബന്ധം കൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിലുള്ള ഒരു കോളേജിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിനായിട്ട് മടങ്ങി വരികയും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ മകൻ ഈ 10-18 കൊല്ലം അമേരിക്കയിൽ പഠിപ്പിച്ച് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി വളരെ വളരെ വ്യത്യസ്തമായി അയാൾക്ക് അനുഭവപ്പെടുന്നതായി എന്നോടും മറ്റുള്ളവരോടും പറയുകയും ചെയ്തു. കാരണം അമേരിക്കയിൽ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പ്രസംഗിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. അവിടെ ഏതെങ്കിലും ചില വിഷയങ്ങളൊക്കെ എടുത്തിട്ടിട്ട് കുട്ടികളും അധ്യാപകനും കൂടെ ചേർന്ന് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കുട്ടികൾക്ക് ആ വിഷയത്തെ പറ്റി പറയാനുള്ളത് അവർ പറയും, അധ്യാപകന് പറയാനുള്ളത് പറയും. അങ്ങനെ ഇൻ്ററാക്ഷൻ എന്നാണ് അവർ പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന അധ്യാപകൻ പഠിപ്പിക്കുക, കുട്ടികൾ കേട്ട് പഠിക്കുക, അങ്ങനെയല്ല, ഇൻ്ററാക്ഷനാണ്. അപ്പം അങ്ങനെ 18 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ രീതിയിൽ ലെക്ചർ ക്ലാസ് കൊടുക്കുകയാണ് ഇപ്പോൾ അയാൾക്ക് ചെയ്യേണ്ടി വരുന്നത്. വളരെ വ്യത്യസ്തമാണ്.
പക്ഷേ നമുക്ക് നിന്ന നിൽപ്പിൽ അമേരിക്കയിൽ ചെയ്യുന്നത് പോലെയുള്ള ഏർപ്പാടൊന്നും ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം കുട്ടികൾ ഇൻ്ററാക്ട് ചെയ്യാൻ തയ്യാറല്ല, ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് പഠിച്ചിട്ടില്ല. അധ്യാപകൻ വന്നിരിക്കുമ്പോൾ മുതൽ ഓരോ കാര്യങ്ങൾ കുട്ടികൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക, കുട്ടികൾക്ക് എന്തൊക്കെ സംശയങ്ങളാണോ വിഷയത്തെക്കുറിച്ചുള്ളത് അത് അവർ തുറന്ന് പറയുക, അധ്യാപകൻ അതിന് പ്രതികരിക്കുക. ആ രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം നമുക്കുണ്ടായിട്ടില്ല. എങ്കിലും തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ മൊട്ട് മാത്രമായിട്ട് വിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികൾ പുറത്തു പോകുമ്പോൾ അവർ വിടർന്ന പുഷ്പങ്ങളായിട്ട് മാറുന്നുണ്ട്. അവർ ഈ മഹത്തായ രാഷ്ട്രത്തിലെ